ആരാ എന്നാ പാഴ്സലായിട്ട് വന്നതാ. പാഴ്സലോ? എന്നാ പാഴ്സല്? അകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാ സംഭവം എന്നാന്ന് പറ. അതറിയില്ല. ഇതെന്നാ ഇത്? എടാ ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനെ കൊറേ സാധനങ്ങളുണ്ടാ. നോക്കിയേ. അല്ലല്ലേ മുറിക്കാൻ പറ്റേ? ഇത് എവിടുന്ന ഇത്? അത് ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് ഞാൻ. 3 ദിവസമായിട്ടല്ലോടാ ബുക്ക് ചെയ്തിട്ട്. അത് നല്ല കൃത്യനിഷ്ഠയുള്ള ടീമാണ് കേട്ടാ. എല്ലാ സാധനവും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത അമ്മ എങ്ങനെ ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് എങ്ങനെയാ? അയ്യേ, ഓൺലൈനിൽ സാധനം ബുക്ക് ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് പവിത്രനോട് ആരാ പറഞ്ഞേ? അതെങ്ങനെയാ? ഇതിനെ പറ്റി വല്ലതും പറഞ്ഞാന്ന് വെച്ചാൽ അത് കേൾക്കത്തില്ലല്ലോ. എന്റെ പവിത്രേട്ടാ, നമ്മൾ ഈ സാധനങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് സാധനം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ കാശ് കൊടുത്താൽ മതി. ദേ ഇപ്പൊ സാധനം വീട്ടിൽ വന്നു, ഇനി കാശ് കൊടുക്കണം. അതിന്റെ പയ്യനാണ് പുറത്തേക്കുന്നത്. ഇതെന്നെ കാശ് കൊടുക്കാത്തന്റെ കാര്യം എന്നാ? എന്റെ എവിടെന്നാ കാശ്? നീ വരട്ടെ എന്ന് വിചാരിച്ച്. അതിന് എന്റെ എവിടെ ഇരിക്കുന്ന കാശ്? നീ വിചാരിച്ചാലാണ് കാശിന് പഞ്ഞം. പിന്നെ ഞാനിവിടെ നോട്ടടിക്കുമല്ലേ. എന്റെ അമ്മച്ചി, ഇത് ഞാൻ ആ ഡോക്ടറെ ഇരന്ന് മേടിച്ച പൈസയാ. അമ്മച്ചിക്ക് ഒരു ഫാൻ മേടിക്കാനും എന്റെ സ്കൂട്ടറിന് വീല് മേടിക്കാനും. ആ കാശ് നീ ആ ചെറുക്കന് കൊടുക്ക്. ഫാൻ പിന്നെ വാങ്ങാലോ. അയ്യോ സുമിത്രേ, നമ്മ ഇതൊക്കെ ബുക്ക് ചെയ്തപ്പോ ഒരു ഫാനും ഒക്കെ കണ്ടില്ല അതിന്റെ. അതും കൂടി ബുക്ക് ചെയ്താൽ മതിയായിരുന്നല്ലേ? അത് മതിയായിരുന്നു. നീ മിണ്ടി പോരുന്നു. അവിടെ കയ്യിലിരിക്കുന്ന 10 പൈസ ബാക്കിയുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് തരുവോ ഇല്ല. വെറുതെ ഇരുന്ന് എന്റെ അമ്മച്ചിന് ആവശ്യമില്ലാത്ത എല്ലാം പഠിപ്പിച്ചവള് വഷളാക്കുകയും ചെയ്യാം. നീ ആ ചെറുക്കനെ പറഞ്ഞു വിട്ടിട്ട് വാടാ. ഇനിയുണ്ട് കുറെ സാധനങ്ങള്, എല്ലാം നിനക്ക് കാണിച്ചു തരാ ഞാൻ. അമ്മ, അതിനകത്തൊരു 6 അടി നീളമുള്ള ശവപ്പെട്ടി കിട്ടുമെന്ന് നോക്കി. അതെന്തിനാ? അതിനാ സിറ്റ് ഔട്ടിൽ കൊണ്ട് നമുക്ക് ചെടി വെക്കാം. എന്നെ പിടിച്ചല്ലാത്ത കിടത്താൻ അധികം സമയം എടുക്കുന്നില്ല അങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. എന്തുവാ നിന്റെ പേര്? വിഷ്ണു. വിഷ്ണു. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയേക്കോണോ നീ? നിന്നെ ഇനി മേലിൽ ഈ പരിസരത്തെങ്ങാനും കണ്ട നിന്റെ മുട്ടുകാരി എന്തെങ്കിലും ഓടിക്കും. ചേട്ടാ എന്തിനാ വെറുതെ എന്നോട് ചൂടാവുന്നത്? അത് ശരി, കാശ് തരുവാൻ വേണം. എനിക്ക് ചൂടാവാനും മേലെ. എത്ര രൂപയാടാ? 4950. അയ്യോ, എല്ലാം പറ്റി 50 രൂപ കുറച്ചത്. 4950 കൊണുവാന്ന്. എല്ലാം കൂടെ 5000 രൂപ ഉണ്ട്. ഇനി മേലിൽ നിന്നെ ഇവിടെ കണ്ടാ നിന്നെ തലയെ തല്ലി പൊട്ടിക്കും. ഇറങ്ങിപ്പോ. നീ മിണ്ടരുത്. നീ മിണ്ടിപ്പോരുത്. നീ ഒറ്റൊരുത്തി ഇത്ര കാര്യം ഒപ്പിച്ചു വെച്ചത്. വെറുതെ വീട്ടിലിരിക്കുന്ന എന്റെ അമ്മച്ചിയെ വഷളാക്കുന്നത് നീ ഒറ്റൊരുത്തിയാ. അത് ബാങ്കിൽ കാശില്ലെന്ന് തോന്നിയപ്പോഴേ സാധനം കൊണ്ടുവരുമ്പോ കാശ് കൊടുത്താൽ മതി ഇവിടെ പറഞ്ഞ. അത് കേൾക്കാനിരിക്കുവായിരുന്നു അമ്മച്ചി. അല്ലാത്ത സമയത്ത് 2 പേരോടെ കീരി പാമ്പുക. ഇതുപോലുള്ള തോന്നിയാസം കാണിക്കുന്നിടത്ത് ചക്കരയുടെ കൂടെ. ഞാനാണ് എന്റെ സ്കൂട്ടറിന്റെ ടയർ മേടിക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസയാ. ഇനി ഞാൻ എല്ലായിടത്തും ടയർ മേടിക്കും.